ദൈവനാമം മുഹത്തപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 18 മെയ് 2026, ഈ മാസത്തെ 18ാമത്തെ ദിവസം, കാത്തിരിപ്പിൻ്റെ 4ാമത്തെ ദിവസമാണ്. ഈ വർഷത്തെ 138ാമത്തെ ദിവസമാണ് നാം ജനുവരി തൊട്ട് നോക്കുമ്പോൾ. ഇന്ന് 509ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം എന്നത് വാങ്ങിപ്പോയവരെ പറ്റി സഭ എന്തു പറയുന്നു. വാങ്ങിപ്പോയവരെ പറ്റി സഭ എന്ത് പറയുന്നു. സഭയെന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവത്തിൻ്റെ കൂടാരമാണ്. സഭയുടെ അധികാരത്തെയും വിശ്വാസത്തെയും സംരക്ഷിക്കുവാനും നിർവചിക്കുവാനും കർത്താവായ യേശു ക്രിസ്തു വചനങ്ങളിലൂടെ അരുളി ചെയ്യുകയും സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശ്വാസത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഔദ്യോഗികമായി പഠിപ്പിക്കുവാൻ പരിശുദ്ധാത്മ വ്യാപാരത്താൽ സഭയ്ക്ക് ഒരിക്കലും തെറ്റുപറ്റുകയുടെ എല്ലാ ജനതകളെയും പഠിപ്പിക്കുന്നതിന് പ്രബോധന അധികാരമുള്ള സഭയെ സ്ഥാപിച്ചു എന്ന് മത്തായി ശ്ലീഹ അവരുടെ രക്ഷാസുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 3:15 പറയുന്നത്, പത്രോസിൻ്റെയും അപ്പോസ്തലന്മാരുടെയും അടിത്തറയിൽ സ്ഥാപിതമായതും പിൻഗാമികളായി നയിക്കപ്പെടുന്നതുമായ വിശ്വാസികളുടെ ജീവനുള്ള സമൂഹമാണ് സത്യത്തിൻ്റെ തൂണും കോട്ടയും എന്ന സഭ. സത്യത്തിൻ്റെ തൂണും കോട്ടയും എന്നത് ഒരു വിശേഷണമാണ്. ഈ സഭയ്ക്കെതിരെ നഗര കവാടങ്ങൾ ബലപ്പെടുകയില്ല എന്നും അന്ത്യം വരെ പരിശുദ്ധാത്മാവ് സഭയിൽ നയിക്കുമെന്നും കർത്താവായ യേശു ക്രിസ്തു വാഗ്ദാനം നൽകി എന്നും നമുക്ക് ഏവർക്കും അറിയാം. ലോകത്തിൽ ക്രൈസ്തവരുടെ ഇടയിൽ പ്രധാനമായി 2 തരം വിശ്വാസികളെയാണ് പ്രകടമായി കാണുന്നത്. അപ്പോസ്തലിക പാരമ്പര്യമുള്ള സഭകളും പ്രൊട്ടസ്റ്റന്റ് അഥവാ നവീകരണ സഭകളും. അപ്പോസ്തലിക വിഭാഗങ്ങളിൽ പെടുന്ന സഭകളുടെ എണ്ണം വളരെ കുറവാണ്. വിശ്വാസികൾ ധാരാളമുണ്ട്. പ്രധാനമായി കത്തോലിക്കരും ഓർത്തഡോക്സ് വിഭാഗങ്ങളുമാണ്. ഇവർ കടന്നു പോയവരെ ഓർക്കുകയും വിശുദ്ധരുടെ മധ്യസ്ഥതയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ വിഭാഗത്തിന്റെ വിശ്വാസം അനുസരിച്ച് സഭ കർത്താവിൻ്റെ മണവാട്ടിയും ആത്മാവിലൂടെ അപ്പോസ്തലന്മാരാൽ സ്ഥാപിതമായതും അംഗങ്ങൾ ഗർഭകാലത്തുള്ളവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും കടന്നുപോയവരുടെയും ഐക്യപ്പെട്ട കൂട്ടായ്മയുടെ ദൃശ്യവും അദൃശ്യവുമായ കോട്ടയും തൂണുമാണ്. ഇതിൻ്റെ വിശ്വാസം പിതാക്കന്മാർ പകർന്നു തന്നവർ വാങ്ങിപ്പോയെങ്കിലും ഈ സഭയിലെ അംഗങ്ങളാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും മരണമില്ലല്ലോ. അവൻ മരിച്ചാലും ജീവിക്കുന്നു. ജീവൻ നൽകുന്ന അപ്പത്തെപ്പറ്റി വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം 26-ാം വാക്യം മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും അത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഗർഭകാലത്തുള്ളവർ ആരെന്ന് സംശയം തോന്നാം. അബ്രഹാം മൽക്കിസദേക്കിന് ദശാംശം കൊടുത്തപ്പോൾ 3-ാം തലമുറയിൽ ജനിക്കാനിരിക്കുന്ന ലേവിക്ക് വേണ്ടിയും ദശാംശം കൊടുത്തു. ഉൽപ്പത്തി പുസ്തകം 14:20, എബ്രായർ 7:9-10. യെരമ്യാ പ്രവാചകൻ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് യഹോവ അവനെ ശുദ്ധീകരിച്ചു. യെരമ്യാ 1:5. യോഹന്നാൻ സ്നാപകൻ ഗർഭത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ലൂക്കോസ് 1:15. മാതൃഗർഭത്തിൽ യേശുവിനെ നിരസിച്ച് മാതൃഗർഭത്തിൽ യേശാവിനെ നിരസിച്ച് യാക്കോബിനെ ദൈവം തിരഞ്ഞെടുത്തു. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്. ഈ വിശുദ്ധ ഗണമൊക്കെയും സഭയിലെ അംഗങ്ങളാണ്. ഇവരൊക്കെയും സഭയിലെ അംഗങ്ങളല്ലെന്ന് പറയുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ആയിരക്കണക്കിന് സഭാവിഭാഗങ്ങളുടെ ഒരു സമൂഹമാണ് നവീകരണ സഭ. 66 പുസ്തകങ്ങൾ മാത്രമേ ബൈബിളിലുള്ളൂ എന്നും അത് പൂർണ്ണമാണെന്നും അർത്ഥസംഖ്യക്കിടയല്ലാതെ ഈ വിഭാഗങ്ങൾ വിശ്വസിക്കുന്നു. നവീകരണ വിഭാഗങ്ങളിൽ ഓരോ വാക്യത്തെയും പിടിച്ചുകൊണ്ട് അനുദിനം വിഭജനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പലരും പരസ്പരം അംഗീകരിക്കുന്നില്ല. പ്രധാന വിശ്വാസ സംഹിതയിൽ പോലും വൈരുദ്ധ്യങ്ങളുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ വ്യക്തിപരമായി സ്വയം വേർപിരിയുകയും
പുതിയത് രൂപീകരിക്കുവാൻ സ്വാതന്ത്ര്യം കാണിക്കുകയും ചെയ്യുന്നു. ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായി സ്ഥാപിക്കുന്ന സഭയാണ് അധികവും. ഈ വിഭാഗക്കാർ നിദ്ര കൊണ്ടവരെ സഭയിൽ അംഗങ്ങൾ ആയി അംഗീകരിക്കുന്നില്ല. അതിനാൽ വാങ്ങിപ്പോയ ആത്മാക്കളെ ഓർത്ത് ഒരിക്കലും പ്രാർത്ഥിക്കുകയുമില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വേദവിപരീതമാണെന്ന് തർക്കിക്കുന്നു. അതിന് ആ സഭകൾ അനുവദിക്കുന്നില്ല. മാത്രമല്ല, പഴയ നിയമഭാഗം ചില വിഭാഗം പാടെ ഉപേക്ഷിച്ച് പുതിയ നിയമഭാഗം മാത്രം പിന്തുടരുന്ന ചില സഭകളും നമുക്ക് ഇതിൽ കാണുവാൻ സാധിക്കും. ക്രൈസ്തവ സഭകളിൽ ഏറ്റവും വിവാദം ഉയർത്തിയ വിഷയമാണ് മരണാനന്തര അവസ്ഥയെപ്പറ്റിയുള്ള വിശ്വാസം. വിശ്വാസികളായി കടന്നുപോയവരും ജീവനുള്ളവരും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് തർക്കങ്ങളുണ്ട്. മനുഷ്യന്റെ ബാഹ്യദൃഷ്ടിക്ക് അപ്രാപ്യമായ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ദുർവ്യാഖ്യാനം നടത്തരുത്. വേദവാക്യങ്ങൾക്കും വേദസത്യങ്ങൾക്കും ഊന്നൽ നൽകി വേണം ആ മർമ്മം ഗ്രഹിക്കേണ്ടത്. പൗരസ്ത്യ പാരമ്പര്യത്തിൽ ദൈവത്താൽ മുദ്രിതമായ നിഗൂഢ മർമ്മങ്ങൾ ഉള്ളടങ്ങിയിരിക്കുന്നതും തക്ക സമയത്ത് ധർമ്മിഷ്ഠർക്ക് അവിടുന്ന് അനാവരണം ചെയ്ത് വെളിപ്പെടുത്തുകയുമാണ് രഹസ്യങ്ങൾ അഥവാ ദിവ്യ മർമ്മങ്ങൾ. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ ജീവിക്കുന്നവരും ക്രിസ്തു സ്ഥാപിച്ച സഭയിലെ അംഗങ്ങളുമാണ്. ഈ വേദപുസ്തക സത്യം ആർക്കും നിഷേധിക്കുവാൻ അധികാരമില്ല. ക്രിസ്തുവിൽ ഇപ്പോൾ ജീവിക്കുന്നവരും സത്യസഭയിലെ അംഗങ്ങളാണ്. ആയതിനാൽ അവർ തമ്മിലുള്ള സംസർഗം അസാധ്യമല്ല. ക്രിസ്തു തന്നെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ കല്ലറയിൽ ചെന്ന് ജീവനിലേക്ക് വിളിക്കുകയും ചെയ്യുന്ന സംഭവം വിശുദ്ധ ബൈബിളിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് അപ്പോസ്തോലിക സഭ ചെയ്യുന്നത് ഒരു തെറ്റുമില്ല എന്ന് നാം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആദ്യപിതാക്കന്മാർ അപ്പോസ്തോലന്മാരുടെ കാലം മുതൽ അത് നടന്നു വരുന്നു. അതല്ലാതെ നാം ഈ പ്രൊട്ടസ്റ്റന്റ് സഭകൾ പറയുന്നത് പോലെ നമ്മൾ വാങ്ങിപ്പോയവരെ ഓർക്കേണ്ട എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അവർ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. ആയതിനാൽ നമുക്ക് അത് പരിഗണിക്കേണ്ടതില്ല. നമുക്ക് ദൈവമായ കർത്താവിൻ്റെ തൃപാദത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നതിന് വേണ്ടി നാം ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.